എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബ്ലോഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് റെസിപ്പി വീഡിയോസ് ഒന്നുമല്ല. ഇത് ഞാൻ വീട്ടിൽ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം വിട്ടുപോയതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ളൊരു ഭാഗം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് കേട്ടോ ഞാൻ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ പോയപ്പം എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോയപ്പോൾ ഉള്ള ഒരു ബ്ലോഗിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഓർമ്മ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 56 വർഷം പഴക്കമുള്ള ഒരു വീടുണ്ട് കേട്ടോ അവിടെ. ആ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തറവാടാണ്. അപ്പോൾ ആ ഒരു വീടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം ഞാനും കണ്ടിട്ട് കുറേ നാളായി ഞാനിപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാറില്ല, വന്നാൽ തന്നെ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടേക്കൊന്നും കൂടി ഒന്ന് പോയി കാണാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ കൊക്കോയൊക്കെ ഉണ്ട്, അത് ആ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിനാവശ്യക്കാർ വന്നു അത് പറിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും ഇപ്പോൾ ഞങ്ങളത് കാണുന്നത് തന്നെ ഈ ഒരു സമയത്ത് ഞങ്ങൾ പറിച്ചു വെക്കുമായിരുന്നു. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് അണ്ണാനും കുരങ്ങും ഒക്കെ വന്നിട്ട് ഇതെല്ലാം നശിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പറിച്ച് നമ്മൾ കൂട്ടി വെക്കുകയാണ് ചെയ്യാറ്. കാരണം പഴത്തേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഒരെണ്ണം ബാക്കി നമുക്ക് കിട്ടാനും പോകുന്നില്ല കേട്ടോ. ആ ഒരെണ്ണത്തേൽ പറിച്ച് വന്നപ്പോഴാണ് അടുത്തതിലും ഇതാ ഒരു 2-3 എണ്ണമൊക്കെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മമ്മി ഇതവിടെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവൾക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയായി വഴക്കായി അങ്ങനെ അവൾക്ക് ഒരെണ്ണം കൊടുത്തു. അതിന് ഒരെണ്ണം മാത്രം പോരാ, 2 എണ്ണം വേണമെന്ന് പറഞ്ഞു. കാലയിലെങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ നല്ല പണിയും കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു സംഭവമാണല്ലോ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ കൊടുത്തതാണ് കേട്ടോ. ഏതായാലും കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുന്നതാണല്ലോ. ഏതായാലും കാലൊന്നും വീഴാതിരിക്കട്ടെ. അപ്പോൾ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ ഗ്രാമ്പുവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് മുൻപ് ഞങ്ങൾക്ക് ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ചീക്ക് രോഗം വന്നിട്ട് അത് കേടായി പോയിട്ടോ. കായ്ക്കാറൊക്കെ ഉള്ളൊരെണ്ണമായിരുന്നു. അപ്പോൾ ഏതായാലും ഒരു സെക്കൻഡ് ജനറേഷൻ ഇവിടെ ഒരെണ്ണം ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ മോനും ഉണ്ട് മമ്മിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണത്. അപ്പോൾ മമ്മി ഏതായാലും പറഞ്ഞു ഞാനില്ല, നിങ്ങൾ പോയിക്കോ പറഞ്ഞു. അങ്ങനെ മമ്മി വീട്ടിലോട്ടും പോയി, ഞങ്ങൾ നേരെ താഴോട്ടും പോവുകയാണ് കേട്ടോ. അപ്പോൾ താഴോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള റോഡാണ് ഇതുപോലെ ആ വലതുവശത്തേക്കുള്ളത്. അപ്പോൾ മോൻ ഇതാ ഇങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മളിപ്പോൾ തറവാട് വീട് കാണുന്നത് നമ്മൾ നേരെ ആ റോട്ടിൽ കൂടെ അങ്ങ് പോവുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ റോഡ് ഏതാ കാട് ഏതാ വീടാതാ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്നറിയോ, നമ്മൾ കുടിവെള്ളമാണ്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ ഇത്. നമ്മൾ തോട്ടിൽ നിന്ന് നമ്മൾ ശുദ്ധ അരുവി എന്നൊക്കെ ഒഴുകി വരുന്നത് നമ്മൾ പറയില്ലേ, അതേമാതിരി പൈപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് എടുക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ. കണ്ടോ, നല്ല ക്ലിയറാണ് ഈ ഒരു വെള്ളം. നമ്മൾ ഈ ഒരു വെള്ളം കുടിച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് തന്നെ എന്തോ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്ര നല്ല വെള്ളമാണിത്. അപ്പോൾ അതിനകത്തൊരു ഉറുമ്പ് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് രക്ഷപ്പെടുത്തിയതാണ് കേട്ടോ മോനെ. അങ്ങനെ അതൊക്കെ അടച്ചു വെച്ച് ഞങ്ങൾ നേരെ ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ മോൻ ഏതായാലും ആ കൊക്കോയൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവനത് കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേക്കും ഞാൻ മോളെ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിലാണ് കേട്ടോ ഫോൺ. അപ്പോൾ അതുകൊണ്ട് വീഡിയോയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറവായിരിക്കും. അപ്പോൾ ഞങ്ങളിത് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണേ. അപ്പോൾ ഇവിടെ റിബൺ കെട്ടിയിട്ട് കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ എന്തോ ഒരു മാരത്തോൺ ഓട്ട മത്സരമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. ഈ ഒരു കാട്ടിക്കൂടെയൊക്കെ എന്ത് മാരത്തോണാണെന്ന് ഞാൻ അന്ന് വിചാരിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മുടെ ഇഷ്ടം പോലെ നല്ല മധുരമുള്ള വലിയ കൈതച്ചക്ക ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. നമ്മൾ ഈ ഒരു സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒടിച്ചും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുള്ളമ്പന്നിയും പന്നിയൊക്കെ വന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ. പന്നി കഴിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ, മുള്ളമ്പന്നിയൊക്കെ കേടാക്കും, എലിയൊക്കെ വന്നിട്ട് അതൊക്കെ കഴിക്കും. അപ്പോൾ ഏതായാലും അതൊക്കെ പറിച്ച് നമ്മൾ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സമയത്ത് എടുത്തതായതുകൊണ്ടാണ് നമ്മുടെ തോട്ടിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ വെള്ളം. പക്ഷേ ഇപ്പം ഈ ഒരു മഴയത്തൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് പോലും പോകാൻ കഴിയില്ല, അത്ര നല്ല വെള്ളം വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ആ തോടിനകത്ത് ഒരു കാലമുള്ള ഒരു ഞണ്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മോൻ ഏതായാലും തോട്ടിലോട്ടൊക്കെ ഇറങ്ങും. അവൻ ഈ വെള്ളവും ഈ മീൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോള് പക്ഷേ അങ്ങനെ ഒന്നും ഇറങ്ങുമൊന്നുമില്ല. അവൾക്ക് ഭയങ്കര ഇതൊക്കെ ഒരു വെള്ളം അലർജിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും വെള്ളത്തിൽ ഇറങ്ങും. പക്ഷേ അങ്ങനെ ചെരുപ്പ് നനഞ്ഞ് നടക്കാൻ പാടില്ല, കാല് നനയരുത്, അങ്ങനെയൊക്കെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. പക്ഷേ മോൻ അങ്ങനെയൊന്നുമല്ല, എവിടെ കണ്ടാലും ചാടി ഇറങ്ങിക്കോളും. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ ഒരു വണ്ടല്ല കേട്ടോ, ഞണ്ട് എവിടെയോ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ട് ഒന്ന് സെറ്റാക്കി തിരിച്ച് പോന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകൾ വശത്താണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല, കാരണം ഒന്നാമത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കളെയും കൊണ്ട് അങ്ങോട്ട് ആ ഒരു കാട്ടിക്കൂടെ ഒന്നും പോകാൻ കഴിയില്ല കേട്ടോ. അത് പിന്നെ ഒരു ദിവസം ഇനി അടുത്ത തവണ പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം, നമ്മൾ വെള്ളം എടുക്കുന്നൊക്കെ ഒരു സ്ഥലമൊക്കെ കേട്ടോ.
അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ട ഈ ഒരു പാറയിൽ കൂടെയൊക്കെ കയറി വേണം പോകാൻ. പക്ഷേ മുകളിൽ കൂടെ വേറെ സൈഡിൽ കൂടെ വഴിയുണ്ട്. ഈ പാറ തന്നെ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ പാറയൊക്കെ ഇപ്പോൾ തെറ്റി കിടക്കുന്നതാണ്, അതുകൊണ്ട് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ വരെ കാണിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോരുവാണ്. അപ്പോൾ ഇപ്പം ഈ കുറച്ച് വെള്ളമുള്ളൂ, ചെറിയ ഒരു തോടാണ് ഇപ്പം. പക്ഷേ മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളമാണേ. അപ്പോൾ ഇതും ഒരു റോഡൊക്കെയാണ്. ഇതിലെ കൂടെ ഇപ്പം ആൾക്കാരൊന്നും പോകാറില്ല. ഇവിടെ ഇപ്പം ഈ അടുത്തൊന്നും ഒരാൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ അടുത്തായിട്ട് വേറെ പാപ്പനും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ അവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്കൊക്കെ പോയി താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തൊന്നും ആരില്ല. കുറച്ച് എന്താ പറയുക, കുറച്ചൊന്ന് വിട്ടിട്ടേ ആൾക്കാരുള്ളൂ. അപ്പം ഈ ഒരു 2 തോടുകൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് അതിൻ്റെ ആ ഒരു വലതുവശത്തുനിന്നും ഒരു തോടാണ്, ഇടതുവശത്തുനിന്നും ഒരു തോടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അത് രണ്ടും കൂടെ ഒന്നിച്ചിതാ താഴോട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുടിവെള്ളത്തിൻ്റെ പൈപ്പുകളൊക്കെ ഉണ്ട്. അതേപോലെ ഇതൊരു റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇല പൊഴിയുന്ന സമയം അതുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഇല ഒന്നും കാണാത്തത്. അപ്പോൾ ഇതൊരു റബ്ബർ തോട്ടമാണ്. അപ്പം ഇത് കണ്ടില്ലേ, ഈ ഒരു 2 തോടുകൾ ഒന്നിച്ചിട്ടാണ് ഇതിലേക്കൂടെ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഞണ്ടും കുഞ്ഞുങ്ങളോ എന്തിൻ്റെയൊക്കെയോ, ഞണ്ടിൻ്റെ തൊണ്ടോ എന്തൊക്കെയോ ഉണ്ട്. ഇവനെ എപ്പോഴും അതെ ഞണ്ടിനെ അന്വേഷിച്ച് നടക്കലാണ് അവൻ്റെ ഒരു പണി കേട്ടോ. അപ്പോൾ ജീവനുള്ള ഒന്നിനെങ്കിലും കാണണേ എന്ന പ്രതീക്ഷയോടാണ് ഈ പോകുന്നത്. പക്ഷേ കണ്ടു കേട്ടോ, ഒരു ചെറുതാണെങ്കിലും ഞങ്ങൾ കണ്ടു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ ഇവിടെ ഈ വഴിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ടൊന്നും ഇത്രയൊന്നും മോശമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഈ ഒരു വഴി കൂടെയൊക്കെ പോയിട്ട് കുറേയായി. കാരണം ഇങ്ങോട്ടേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ മുകളിൽ കൂടെ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഈ ഇതിലേക്കൂടെ ഒന്നും വരേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ ഇതിലെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് നമ്മുടെ പാപ്പനൊക്കെ വെള്ളം എടുക്കുന്നത് ഇതുപോലത്തുള്ള സ്ഥലത്തുനിന്ന് മുകളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്തൊന്നും അങ്ങനെ വറ്റാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടാങ്ക് നിറഞ്ഞു പോകുന്നത് നമ്മുടെ തറവാട്ടിലേക്കാണ് കേട്ടോ വെള്ളം പോകുന്നത്. അത് ഇവിടെ ഒന്നും നല്ല അടുത്തല്ല, വീട് താഴെ കുറച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളം തന്നെയാണ് ഒരു മുട്ടുമിക്ക കുറച്ച് നമ്മുടെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുക തന്നെ ചെയ്യുന്നത് കേട്ടോ. തോട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പം പക്ഷേ എന്ന് വിചാരിച്ചിട്ട് വേറെ എന്താ ജീവികളൊന്നും വന്ന് കേടാക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വെള്ളം എടുക്കുന്ന സ്ഥലമൊക്കെ വളരെ കറക്റ്റായിട്ട് മൂടിയിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് വെള്ളം നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. അപ്പോൾ ചെറിയ ഓരോരോ പൂക്കളും ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഇതിലേക്കൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഒരു തോടാണ്. ഇതൊക്കെ ഈ ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നത്തെ ഒരു 2, 3, 4, 5 വർഷം മുന്നേ ഒക്കെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴക്കാലത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങോട്ട് പോരും. പക്ഷേ അതിന് മുന്നേ ഒരു തവണ കുറച്ച് വലുതായിട്ട് തന്നെ പോകുന്ന സമയത്ത് ഈ റോഡും ഇതും എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ റോഡുണ്ട്. പിന്നെ മമ്മിയൊക്കെ ഇപ്പം പോകുന്നത് ഇതിലേക്കൂടെ ഒരു ചെറിയൊരു കൈവഴി ഉണ്ട് കേട്ടോ. അതേപോലെ ചെറിയൊരു സ്ഥലമാണ്, ഒരാൾക്ക് നടക്കാനുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ ഒരു കാണിക്കുന്നത് ഞാൻ കണ്ടില്ലേ, ഇതിലേക്കൂടെ ഒരാൾക്ക് നടക്കാനുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്കൂടെയാണ് ഇപ്പം പള്ളിയിലേക്കും അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുന്നത്. അത്രയും ചെറിയ വഴിയാണ്. ഒരു തവണ മമ്മി ആ മേളിൽ നിന്ന് നേരെ താഴേക്ക് വീണു. താഴേക്ക് വീണിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ആ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ വന്ന ചേട്ടന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് മമ്മി ഇപ്പോഴും ഒന്ന് റെഡിയായിട്ട് നടക്കുന്നത്. കാരണം അവർ വന്നിട്ട് പിടിച്ച് എണീപ്പിച്ച് പുറമൊക്കെ നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷമാണ് മമ്മിക്ക് ശ്വാസം വന്നത്. ആ ചേട്ടന്മാരുള്ളതുകൊണ്ട് തന്നെ എന്തോ ഒരു ഭാഗ്യം തന്നെ കരുതിയാൽ മതി കേട്ടോ. പിന്നെ ഒരു 2 വർഷമെങ്കിലും ആയി മമ്മിക്ക് അതൊന്ന് ശരിയായിട്ട് കൈയൊക്കെ ഒന്ന് മമ്മിയുടെ ഷോൾഡറിനായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോൾഡറൊക്കെ ഒന്ന് ശരിയാവാൻ ഒരു 2 വർഷമെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങളുടെ വണ്ടിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. കണ്ടോ, കാണുന്നുണ്ടോ, ചെറിയൊരു വണ്ടാണ് കേട്ടോ. ഏതായാലും അവനൊരു സന്തോഷമായിട്ടോ. കാരണം അവൻ ഈ ഒരു വണ്ടിനെ അന്വേഷിച്ചാണ്, ഞണ്ടാണ് കേട്ടോ, ഞണ്ടിനെ അന്വേഷിച്ചാണ് അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഞണ്ടിനെ കണ്ടുകൊണ്ട് ആൾ ഹാപ്പി ആയിട്ടോ. ഇനി അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അതിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിന്നാനുള്ളൊന്നും കിട്ടത്തില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ചെറുതാണല്ലോ, അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു ഞങ്ങളുടെ തറവാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ ഒരു കയ്യിൽ അവളുണ്ട്, ഒരു കയ്യിലാണ് കേട്ടോ ഫോണും ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഇതിലേക്കൂടെ നടക്കാൻ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഈ കല്ലിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇപ്പോൾ ഇതിലേക്കൂടെ ആൾക്കാർ നടക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഈ വഴിയൊക്കെ കുറച്ചൊന്ന് മോശമായിട്ടുണ്ട്. എന്നാലും പപ്പ ഇടയ്ക്കിടയ്ക്ക് കാടൊക്കെ വെട്ടി വൃത്തിയാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിലേക്കൂടെ എല്ലാ പള്ളിയിലും അതിനൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴിയൊന്നും ആരും ഉപയോഗിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാടൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ കാടൊന്നുമല്ല കേട്ടോ, ഒരു റോഡ് തന്നെയാണിത്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്കൂടെ ഇങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ആ ഒരു വഴി ഇത് തന്നെയാണ് കേട്ടോ.
ഇവിടുന്ന് ഒരൊറ്റ പോക്കാണ് അവിടെ നിന്ന് നമ്മൾ എത്തും. പക്ഷേ ഇപ്പം ഇതിലേക്കൂടെ ഒന്ന് നടന്ന് കല്ലാനോട്ടേക്ക് സ്കൂളിലേക്കോ ഒന്നും പോകാനൊന്നും നമുക്ക് കഴിയുകയില്ല കേട്ടോ. ഇപ്പം കുറേ നടക്കാതായി നമുക്ക് നടക്കാനൊന്നും കഴിയുന്നു തന്നെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിലേക്കൂടെ ഒന്നും ആരും അങ്ങനെ പോവാറില്ല. മമ്മിയും പപ്പയും മാത്രം അപ്പുറത്തെ വഴി കൂടെ പോയിട്ട് അത് ആ ഒരു മിഷൻ വരെ ഉണ്ടല്ലോ അവിടെ, അതിലേക്കൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അവിടെ എത്തി അതിലേക്കൂടെ നിന്ന് ഓട്ടോയിലാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. പിന്നെ ചില സമയങ്ങളിൽ അങ്ങോട്ടേക്ക് പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങോട്ട് നടക്കും, പിന്നെ ഇങ്ങോട്ട് അല്ല പാപ്പൻ്റെ വണ്ടിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവരുടെ കൂടെ പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു സാധനം കണ്ടു കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ ഒരു മരക്കൂണാണ് കേട്ടോ. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളത് മോനെടുത്തത് കയ്യിൽ പിടിച്ച് നമുക്കത് വീട്ടിൽ കൊണ്ട് അപ്പം അവന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പയ്ക്ക് ഇട്ടോ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളതും എടുത്ത് അങ്ങ് പോകുന്നതാണ്. അപ്പോൾ അത് കളയണ്ടല്ലോ, നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ നമുക്കത് അവിടെ കൊണ്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതങ്ങ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരു മുള്ളംപൊത്ത് എന്നാണ് കേട്ടോ പറയുന്നത്. പക്ഷെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ഈ മഴക്കാലത്ത് നല്ലൊരു വെള്ളച്ചാട്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അപ്പം ഞാനത് മഴയത്ത് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് ഞാനത് എടുത്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ആ ഒരു തറവാടിൻ്റെ ഏകദേശം ഒരു അടുത്തെത്താറായിട്ടുണ്ടേ. അപ്പം ഞങ്ങൾ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ഞാൻ പപ്പേനോട് ഇതിന് എത്ര വർഷമായി എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾ പാപ്പൻ്റെ ഏറ്റവും ഇളയ പാപ്പനുണ്ട്, ആ പാപ്പൻ്റെ പ്രായം ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ ആൻറ്റിനോട് ചോദിച്ചു എത്ര വയസ്സായി, ഏത് വർഷം ഉണ്ടായെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഏകദേശം ഒരു ധാരണയിൽ എത്തിയതാണ് കേട്ടോ. 55 വയസ്സ് അല്ല 56 വർഷമായി ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു. ഇതിൻ്റെ മോൾവശമൊക്കെ ഓടൊക്കെ ആയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഈ സമയത്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായ സമയത്ത് ആ ഒരു ഓടൊക്കെ മാറ്റിയിട്ട് ഇവിടെ താമസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ താമസം ഇല്ലയെന്നുണ്ടെങ്കിലും പിന്നെ എന്താ പറയുക, അത് ഓടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഷീറ്റൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ടേ. അപ്പോൾ ആ ഓടൊക്കെ ഇരുന്നപ്പോഴായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു കോലവേ മാറിപ്പോയി കേട്ടോ. ആ വീടാന്ന് തന്നെ പറയില്ല, മുറ്റം മുഴുവനും നമ്മുടെ റംബൂട്ടാനോ അതിൻ്റെ ഇലയും ഒക്കെ കൂടെ ആയിട്ട് അതിൻ്റെ അത് തന്നെ മച്ചൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും അതിൻ്റെ ആ ഉൾവശമൊക്കെ നല്ല പലകയൊക്കെ ഇട്ടിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വീടൊക്കെ ആയിരുന്നു. ഇത് ഇങ്ങനെ ആയിപ്പോയിന്ന് ഞാൻ തന്നെ അറിഞ്ഞിരുന്നല്ലോ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറിയില്ല, കയറാൻ തന്നെ പേടി. എന്തൊക്കെയോ സാധനങ്ങളാണ് അതിനകത്ത് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതേപോലെ തന്നെ ഇവിടെ ഒരു പുകപ്പരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പുകയൊക്കെ ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി, അതൊന്നും കാണാനേ ഇല്ല. അവിടെ ഒരു ഏലമാണോ അതോ കാട്ടേലമാണോ എന്നറിയത്തില്ല കേട്ടോ. അവിടെ നല്ലതായിട്ട് ഒരെണ്ണം അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു തറവാട്. അപ്പം പിന്നെ ഇതുപോലൊന്നും അല്ലായിരുന്നു, നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷേ എന്തോ ഇപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഇതിങ്ങനെ തന്നെ എങ്കിലും ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ചിലപ്പം അടുത്ത പ്രാവശ്യം ചിലപ്പോൾ വരുന്ന സമയത്തൊന്നും ഇത് ഇപ്പോൾ കാണണം തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ എങ്കിലും ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഒരു ചെമ്പരത്തിൻ്റെ ചെറിയ ഒരു പൂവ് അതേപോലത്തെ ഉള്ളൊരു സൈസുള്ളൊരു സാധനമാണിത്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ കായുണ്ട്. അത് മേത്തേക്ക് നമ്മളിങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മേത്ത് തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഒരിക്കലും നമ്മുടെ ദേഹത്തുനിന്ന് പോവില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഇത് എന്താണെന്നുള്ളത്. ഈ ഒരു ഇതിങ്ങനെ ഉണ്ടാവും കേട്ടോ, ഇതിൻ്റെ ഒരു കായ. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇത് ആ ഒരു എൻ്റെ മേത്ത് ഞാനത് ഒട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഒട്ടിച്ച് കാണിക്കുന്ന സമയത്ത് എന്നോട് പിള്ളേർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ അമ്മേ സാധനം എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ മേത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാനത് നേരെ കിച്ചുവിനെ ഒട്ടിച്ച് കൊടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണേ. അപ്പോൾ അവർക്കും അതൊരു ഭയങ്കര അത്ഭുതമായിട്ടോ. അപ്പോൾ അവനോട് പറയുകയും ചെയ്തു, പശ ഉണ്ടെങ്കിലല്ലാമേ ഇങ്ങനെ ഒട്ടിയിരിക്കുക, ഇതെന്താ ഇങ്ങനെ ഒട്ടുന്നതെന്ന്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കിച്ചു ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറായിരുന്നു എന്ന്. അപ്പോൾ അവനത് നേരെ അവളുടെ മേത്തേക്കും പിടിച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ ഒരു എന്താ പറയുക ഒരവസ്ഥയും കാര്യങ്ങളും ഒക്കെ കേട്ടോ. പക്ഷേ പണ്ട് ഇവിടെ പാപ്പനും ആൻറ്റിക്ക് ഉണ്ടായിരുന്ന സമയത്ത് എന്തൊരു വൃത്തിയായിട്ട് കൊണ്ടുനടന്നൊരു സ്ഥലമാണെന്നറിയാമോ. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് കേട്ടോ, ഇതിങ്ങനെ നശിച്ചു പോയാൽ. അപ്പോൾ ഇതിൻ്റെ മുറ്റത്ത് ഇഷ്ടം പോലെ റംബൂട്ടൻ്റെ തൈ ഉണ്ട് കേട്ടോ. റംബൂട്ടൻ്റെ തൈ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതെന്തായി ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ തിരിച്ചിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലാണ് നമ്മുടെ വീട്. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഫോണിലൊന്നും അല്ലല്ലോ, ഇവിടുന്ന് ഒരൊറ്റ വിളിയാണ് നമ്മുടെ വീട്ടിലേക്ക്. അതുപോലെ അവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടും വിളിക്കുകയായിരുന്നു പരിപാടി കേട്ടോ.
ഇപ്പം അവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പം. അപ്പോൾ ഇതവിടെ കുറേ മണി പ്ലാന്റിൻ്റെ ഒക്കെ ഒരു കുറേ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തൂങ്ങി കിടക്കുന്നത്. അപ്പോൾ ആ പഴയ ചെടികളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. ഇത് താഴെ ഇതേപോലെ ജാതിയും കൊക്കോയും എല്ലാം ആയിട്ട് ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചകിരി എന്താ പറയുക, തേങ്ങയൊക്കെ പറിച്ചതിൻ്റെ ചകിരിയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഇച്ചിരി കുറച്ച് വീതിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയും അങ്ങനെ നമ്മൾ അക്ക് കളിക്കുകയൊക്കെ ചെയ്യില്ലേ, അതൊക്കെ കളിക്കുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല എപ്പോഴും ഒരു ഓർമ്മയാണ്. അപ്പോൾ ഇതാ ഇവിടെ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ടുള്ളൊരു മറ്റേ കവുങ്ങല്ലല്ലോ കൊക്കോയിൻ്റെ തോട്ടമാണ് കേട്ടോ. ഇഷ്ടം പോലെ നല്ല അടിപൊളി നല്ല വൃത്തിയുള്ളൊരു കൊക്കോ തോട്ടമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ താഴോട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. അതാ ഇവിടെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവമുണ്ട് ആ താഴെ കേട്ടോ. അതായത് ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. മുള്ളമ്പുത്ത് എന്നാണ് കേട്ടോ നമ്മളതിന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കഴിയും. ഞങ്ങളൊക്കെ കുറച്ചൊക്കെ കയറിയിട്ടുണ്ട്, ഒരു ലൈറ്റൊക്കെ അടിച്ചിട്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാപ്പന്മാരുടെയൊക്കെ കൂടെ, നമ്മൾ ഒറ്റയ്ക്കൊന്നും പോകത്തില്ല. പക്ഷെ ഇപ്പോൾ അവിടെ കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങോട്ടേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും പപ്പയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ചേട്ടായോ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ എന്തായാലും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ തിരിച്ച് നേരെ അതാ മുകളിലാണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ നേരെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നല്ലൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ, എള്ളൂർ മാവ് എന്നാണ്. പക്ഷേ അതിന് പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ ആ ഒരു മാവ് നല്ല മാങ്ങയായിരിക്കും, പക്ഷെ അത് അങ്ങനെ അങ്ങോട്ടേക്ക് നിൽക്കാറില്ല. അത് പെട്ടെന്ന് കേട് വന്ന് പോകുന്നൊരു മാവാണ്. മാവിന് തന്നെയാണ് കേട് വരുന്നത്. അപ്പോൾ നമ്മൾ പറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാങ്ങയൊക്കെ കിട്ടും, അല്ലെങ്കിൽ നല്ല പോലെ പുഴുവാകുന്നൊരു മാങ്ങയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പ്രത്യേക മാങ്ങ. അതിപ്പോൾ ഒരു മാവിനെ തന്നെ കാണാനേ ഇല്ല, ആ ഒരു മാവിനെയൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ആ സൈഡിൽ കൂടെ നേരെ വീട്ടിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ പോകുന്ന പോക്കിൽ മോനാ ഞണ്ടിനെ ഒന്നും കൂടി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ വഴിയിൽ കൂടെ തന്നെ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവൻ ആദ്യം ഓടി ആ ഞണ്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഉരുൾ പൊട്ടിയിട്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഈ ഒരു റോഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പകുതിയോളം അങ്ങോട്ട് തോടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കേട്ടോ ഇതൊക്കെ ശരിയാക്കി ഇതുപോലെ കല്ലൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. മഴ പെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കൊക്കെ പേടിയാണ് കേട്ടോ. കാരണം എന്താ ഇത്രയും ഈ ഇടയ്ക്ക് കുറച്ച് നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്തൊക്കെ ആണെങ്കിലും നമ്മളിവിടെ ആണെങ്കിൽ ശരി വീട്ടിൽ ആലോചിക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ എപ്പോഴും. പക്ഷേ ഒന്നും നമ്മൾ തോടിനടുത്ത് അത്ര അടുത്തല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും എന്തോ ഒരു പേടിയാണ്. കാത്തൂന് എപ്പോഴുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഒന്നെങ്കിൽ ചെരുപ്പ് ഊരിപ്പോകും, അല്ലെങ്കിൽ എപ്പോഴും തല തിരിച്ചേ ഇടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയേ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതായാലും ചെരുപ്പ് ഊരി അവിടെ ആ കല്ലിനിടയ്ക്ക് കുടുങ്ങിപ്പോയിട്ട് അതെടുത്തിട്ട് ഇങ്ങോട്ട് പോരാനുള്ളൊരു തന്ത്രപ്പാടാണ് കാണുന്നത്. പിന്നെ ഞാൻ കയ്യും പിടിച്ച് കൂട്ടി ഞങ്ങളും പോകുന്നതാണ് ഇങ്ങോട്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവനിതാ ആ തോടിൻ്റെ അവിടെ പോയിട്ട് ആ ഞണ്ടിനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാമോ, നമുക്ക് കുപ്പിയിലിട്ട് കൊണ്ടുപോകാം എന്ന രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു അതിനൊന്നും കിട്ടത്തില്ല, നമുക്ക് വേഗം പോകാമെന്നൊക്കെ പറഞ്ഞ്. ഒന്നാമത് ഇവിടെ വല്ല പാമ്പോ വല്ല മുള്ളൻപന്നിയോ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ ഫുള്ള് ഇതുപോലെ ഇപ്പോൾ കാടൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ പോകുന്ന പോക്കിൽ ഞങ്ങൾ ഈ കൂണ ഏതായാലും എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വന്ന വഴി കൂടെ അല്ല വേറെ വഴി കൂടെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ, ഈ പറമ്പിൽ ഒരൊറ്റ വാഴയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, കംപ്ലീറ്റ് പന്നി വന്നിട്ട് കുത്തി നശിപ്പിച്ച് ഒരൊറ്റ വാഴ പോലും നമ്മുടെ ഈ ഒരു പറമ്പിൽ പോലും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഏലം ഉണ്ട് കേട്ടോ. ആ ഒരു ഏലവും അതൊക്കെ ആണെങ്കിലും ഈ മുള്ളൻപന്നിയും അതേപോലെ പന്നിയും ഒക്കെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്തെങ്ങാണ്ട് മമ്മി അവിടെ ഒരു വാഴ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആ സൈഡിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ നേരത്തെ കണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആകെ ഉള്ളത് ആ ഒരു വാഴയാണ് കേട്ടോ. അതിപ്പം ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം അത്ര നശിപ്പിക്കലാണ്. ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം എന്ന് പറയുന്നത് ഭയങ്കര തന്നെയാണ്. ഇപ്പം കുരങ്ങായിട്ടും മുള്ളൻപന്നിയായിട്ടും പന്നിയായിട്ടും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ജാതിക്കയൊക്കെ വന്നിട്ട് നമ്മുടെ ഒരു വേഴാമ്പലം ഉണ്ടല്ലോ, നമ്മുടെ കാട്ടിലുള്ളൊരു വേഴാമ്പലം, നമ്മുടെ മലമുഴക്കി വേഴാമ്പലമല്ല, വേറൊരു വേഴാമ്പലമുണ്ട് കേട്ടോ. അത് വന്നിട്ടാണെങ്കിൽ ജാതിക്കയൊക്കെ നമ്മൾ പഴുത്ത് നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിൻ്റെ പിഞ്ചൊക്കെ ആണെങ്കിൽ ശരി അതൊക്കെ പൊട്ടിച്ച് നശിപ്പിക്കും. അപ്പോൾ അതും ഒരു വലിയൊരു ശല്യം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലത്തുള്ളത്.
അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.